എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉറക്കത്തിന് സഹായിക്കുന്ന ആഹാര രീതിയും ഉറക്കത്തിന് വിരുദ്ധമായിട്ടുള്ള ആഹാര രീതിയെക്കുറിച്ചുമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഉറക്കത്തിന് സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ്. ആദ്യം പഴമയുടെ അറിവിലേക്ക് പോകാം. ഉറക്കം കിട്ടാൻ വേണ്ടി പഴമയുടെ ആൾക്കാർ കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാലും പഴവും കഴിച്ചിട്ട് ഉറങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് വളരെ നല്ലതായിരുന്നു. കാരണം അതിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. അതായത് പാലിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡാണ് ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ സെറോട്ടോണിൻ ഉണ്ടാകാനായിട്ടുള്ള വഴിവെക്കുന്നു. അത് നമുക്കറിയാം, നല്ല മൂഡ് തരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറോട്ടോണിൻ. ഈ സെറോട്ടോണിൻ പിന്നീട് മെലാറ്റോണിനായി മാറുന്നു, അതായത് ഉറക്കം തരുന്ന ഹോർമോണായി മാറുന്നു. പാലിൽ CTH എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്, അതായത് കേസിൻ ട്രിപ്റ്റിക് ഹൈഡ്രോലിസേറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് ഉറക്കത്തിന് സഹായിക്കുന്ന കെമിക്കൽസിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ വാഴപ്പഴത്തിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും ഉണ്ട്. അപ്പോൾ ഈ മഗ്നീഷ്യവും പൊട്ടാസ്യവും ഉറക്കത്തിന് സഹായിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഊർജം പകരും. എന്നാൽ പഴങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമല്ലാത്ത കിവിപ്പഴവും ചെറിപ്പഴവുമാണ് ഏറ്റവും കൂടുതൽ ഉറക്കത്തിന് സഹായിക്കുന്നത്. കിവിപ്പഴത്തിൽ സെറോട്ടോണിൻ ഉണ്ട്, അതുപോലെ പൊട്ടാസ്യം, വിറ്റമിൻ C, ആൻറ്റി ഓക്സിഡൻസ്, ഫോലേറ്റ് ഇങ്ങനെയുള്ള എല്ലാം ഉള്ളതുകൊണ്ട് വളരെ നല്ല ഉറക്കത്തിന് അത് സഹായിക്കും. ഒരു കിവിപ്പഴം ഉറങ്ങുന്നതിന് മുന്നേ ഉപയോഗിക്കുക എന്നാണ് പറയാറ്. അതുപോലെ ചെറിപ്പഴത്തിൽ ട്രിപ്റ്റോഫാനുമുണ്ട്, മെലാറ്റോണിനുമുണ്ട്. വാൾനട്ട് ഉറക്കത്തെ വളരെയധികം സഹായിക്കും. അതിൽ ട്രിപ്റ്റോഫാൻ, മഗ്നീഷ്യം, അതുപോലെ മെലാറ്റോണിൻ നേരിട്ട് അതിൽ തന്നെയുണ്ട്. ഉറക്കത്തിന് സഹായിക്കുന്ന മറ്റൊരു പാനീയമാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന തിയാനിൻ എന്നുള്ള അമിനോ ആസിഡ് ഉണ്ട്. ആ അമിനോ ആസിഡ് ഉറക്കത്തിന് നേരിട്ട് സഹായിക്കുന്ന ഗാബ എന്ന് പറയുന്ന ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്ന ആ രാസവസ്തുവിനെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. ഉറക്കത്തിന് തടസ്സം നിൽക്കുന്ന കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഹോർമോണിൻ്റെ ഉൽപ്പാദനവും കുറയ്ക്കും. ഇനി മുട്ടയിലേക്ക് വരാം. അതിലും അടങ്ങിയിരിക്കുന്നത് ഈ ട്രിപ്റ്റോഫാൻ എന്നുള്ള അമിനോ ആസിഡാണ്. അപ്പോൾ അത് സെറോട്ടോണിനെ സഹായിക്കുന്നു. സെറോട്ടോണിൻ മെലാറ്റോണിൻ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ഒരു 5 ബദാമെങ്കിലും പാലിൽ അരച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ നേരിട്ടൊരു 5 ബദാം തിന്നുകയോ ചെയ്താൽ അത് നേരിട്ട് ഉറക്കം വരുത്തുന്ന മെലാറ്റോണിൻ എന്നുള്ള അത് വളരെ കുറഞ്ഞ അളവിലാണ്, എങ്കിലും ബദാമിൽ അങ്ങനെ മെലാറ്റോണിൻ ഉണ്ട്. അതുപോലെ കിടക്കുന്നതിന് മുമ്പ് പിസ്ത കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതും ഈ ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡാണ് അതിലും ഉള്ളത്. ഉറക്കം വരുത്തുന്ന വേറെ ഒരു ആഹാരമാണ് ഓട്സ്. അതിലും ട്രിപ്റ്റോഫാനാണ് ഉള്ളത്. വൈകിട്ട് 1 സ്പൂൺ പീനട്ട് ബട്ടർ കഴിച്ചിട്ട് കിടന്നാൽ അത് ഉറക്കത്തിന് വഴിവെക്കും. കാരണം അതിൽ മഗ്നീഷ്യം കൂടുതലായിട്ടുണ്ട്. മഗ്നീഷ്യം സ്ലീപ്പ് റെഗുലേഷന് വളരെ നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ ആഹാരങ്ങൾ ഉറക്കത്തിന് സഹായിക്കുന്നതാണ്. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കരുത്. ഏതെങ്കിലും ഒരു 2 കോമ്പിനേഷൻ, ഉദാഹരണത്തിന് പാലും പഴവും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാലും ബദാം ഒരുമിച്ച് കഴിക്കാം. ഇനി ഞാൻ പറയുന്നത് ഉറക്കത്തിന് തടസ്സം ചെയ്യുന്ന ആഹാരപദാർത്ഥങ്ങളാണ്. അത് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. അതിലെ ഒന്നാമത്തെ വില്ലനാണ് കോഫി. അതായത് കാപ്പിപ്പൊടിയിലെ കഫീൻ എന്ന് പറയുന്ന കെമിക്കൽ അത് നിങ്ങളുടെ ഉറക്കത്തിനെ കെടുത്തും. അതായത് കണ്ടമാനം ഊർജ്ജസ്വലതയിൽ നിർത്തും. ഹാർട്ട് ബീറ്റൊക്കെ വളരെ കൂടും, BP ഒക്കെ വളരെ കൂടും. അതായത് നല്ല പവർഫുള്ളായിട്ട് നിർത്തും. അങ്ങനെ പവർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കത്തിന് ഉള്ള ആ മന്ദതയിലേക്ക്, ആ മന്ദീഭവിച്ച് പോകാനായിട്ട് പറ്റത്തില്ല. ഇത് തന്നെയാണ് പലതരം ഉത്തേജക പാനീയങ്ങൾ, അതായത് കോള പോലെയുള്ളത്, അല്ലെങ്കിൽ പാക്കറ്റായിട്ട് വരുന്ന പലതരം ഡ്രിങ്ക്സ്, അതുപോലെ കളർ ചേർത്തതും പ്രിസർവേറ്റീവ് ചേർത്തതും അഡിറ്റീവ്സും ഒക്കെ ഉള്ള പലതരം ബേക്കറി ഫുഡ്സ്, അല്ലെങ്കിൽ പാക്കറ്റായിട്ട് വരുന്ന സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമൊക്കെ വരുന്ന പലതരം ആഹാരപദാർത്ഥങ്ങൾ. നമുക്കതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള ചേരുവകൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ ഒരുപാട് എനർജിയിൽ നിർത്തും. ഒരുപാട് ഊർജ്ജമുള്ളപ്പോഴേക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പുകവലിക്കുമ്പോൾ കിട്ടുന്ന നിക്കോട്ടിൻ അത് ഊർജ്ജം കൂടുതൽ തരും, നിങ്ങളുടെ ഉറക്കത്തിനെ തടസ്സപ്പെടുത്തും. മദ്യം അത് ഉറക്കത്തെ തകിടം മറിക്കും, അല്ലെങ്കിൽ ശരിയായ ഉറക്കമായിരിക്കില്ല അതുവഴി കിട്ടുക. അതുപോലെ എരിവ്, പുളി, ഉപ്പ് ഇതൊക്കെ കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതും ഉറക്കത്തെ തടസ്സപ്പെടുത്തും. മാത്രമല്ല ചോക്ലേറ്റ് ഒരുപാട് കഴിച്ചാലും ഉറക്കത്തിന് തടസ്സമാവും. ഉറക്കത്തിന് സഹായിക്കുന്ന പലതരം ആഹാരപദാർത്ഥങ്ങളും അതുപോലെ വേണ്ടാത്ത ആഹാരപദാർത്ഥങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് നീങ്ങുക, നന്നായിട്ട് ഉറങ്ങുക.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്.